Watch full episodes on Jio Hotstar. Twinkle twinkle little star, കണ്ടില്ലേ എന്റെ കണ്ടുപിടുത്തം. കെട്ടുപട്ടും എന്റെ ഈ ടൈം മെഷീൻ കണ്ട് അതിശയിക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതിലൂടെ ഏത് കാലത്തിലും സഞ്ചരിക്കാവുന്നതാണ്. ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് കെട്ടുവിനെയും പട്ടുവിനെയും അതിശയിപ്പിക്കാം. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. പ്രൊഫസർ, ഈ ടൈം മെഷീൻ നിങ്ങൾക്കല്ല എനിക്കാണ് യൂസ് ആവാൻ പോകുന്നത്. ഇത് എടുത്തോണ്ട് പോയി ഞാൻ പൈസ ഉണ്ടാക്കാൻ പോകുകയാണ്. പിന്നെ ഞാൻ കോടീശ്വരനാണ്. എന്താടാ നോക്കുന്നത്? വേഗം ഇത് ട്രക്കിൽ കയറ്റു. വേഗമാവട്ടെ. വേഗം പൊക്കി എടുക്കടാ. ആവട്ടെ. വേഗം. എന്താടാ ചെയ്യുന്നത്? എന്നെ അല്ല പൊക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ടൈം മെഷീനെയാണ്. അതിനെ പൊക്കേ. സോറി ബോസ്, സോറി. ബൈ ബൈ. നിന്നെ കുറിച്ച് ഞാൻ കെട്ടുവിന്റെ അടുത്തും പെട്ടുവിന്റെ അടുത്തും പറഞ്ഞ എന്താവെന്ന് അറിയാലോ. ബൈ പ്രൊഫസർ. ആ കട്ടുപെട്ട് വന്നാൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ തൊട്ട് എന്റെ ആൾക്കാർ അവരുടെ പുറകെ ഉണ്ട്. അവര് കട്ടുപെട്ടുനെ എന്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കില്ല. ഓക്കേ, അവര് എന്നെ അന്വേഷിച്ച് വരുമ്പോഴേക്കും ഞാൻ സൗദാൻപൂരിലേക്ക് പോയി ചേരും. അതിനുശേഷം ആർക്കും എന്നെ കണ്ടുപിടിക്കാനാവില്ല. പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല. പ്രൊഫസർ, ഞങ്ങൾ വന്നോണ്ടിരിക്കാണ്. എന്റെ ഈശ്വര, ഇവന്മാര് പ്ലാൻ ചെയ്തിട്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ടൂടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നെന്ന് വെച്ചാ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന. നിങ്ങളുടെ ഭാഗത്തേക്കാ വരുന്നത്. തയ്യാറായിരിക്കണം. ബൈ കട്ടുപറ്റു. നിങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങളെ കൊണ്ട് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയില്ല. കട്ടുപറ്റുണ്ട കഥ ഇതോടെ കഴിഞ്ഞു. ഇനി ഞാൻ കോടീശ്വരനാവണത് ആരെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. കോടീശ്വരൻ. ബോസേ, അങ്ങോട്ട് നോക്ക്, വരുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ഒന്ന് വേഗം അവന്മാരെ വെടിവെക്കടാ. എടാ മണ്ട, ഒന്ന് വെടിവെക്കാൻ പോലും അറിയില്ല നിനക്ക്. അവരവിടെ പോകുന്നു. വെടിവെക്ക്. ഇവിടെ മര്യാദക്ക് നോക്കി വെടിവെക്കടാ. അവന്മാരെ രക്ഷപ്പെടാൻ പാടില്ല. വേഗം വെടിവെക്കടാ. രക്ഷപ്പെട്ടു. എടാ, നീ മര്യാദക്ക് വെടിവെച്ചില്ലെങ്കിൽ നിനക്ക് ഇന്ന് ആഹാരം തരില്ലടാ. നോക്കി വേഗം വെടിവെക്കടാ. അവരടുത്ത് വരുന്നു.
മെഷീനെ യൂസ് ചെയ്ത് നമ്മൾ എല്ലാവരും കോടീശ്വരന്മാരാവാം. അതായത് നമുക്ക് 50-50 ഷെയർ ചെയ്യാം. എന്താ എന്താ? ഞങ്ങൾ തെറ്റായ കാര്യവും തെറ്റായ ആൾക്കാരുമായും ഒരിക്കലും ഇടപെടില്ല. അങ്ങനത്തെ ആൾക്കാർ ഞങ്ങൾക്കും ആവശ്യമില്ല. ആദിക്കലാവനെ. അല്ല ഇതെന്താ? ഞാൻ ഇടിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഷേർ സിംഗ്. ഇടികൊണ്ട് വീഴാൻ എനിക്ക് വയ്യ. അതിനു മുമ്പേ വീഴുന്നതാണല്ലോ ബുദ്ധി. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. വരൂ, നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ സറണ്ടർ ആവുകയാണ്. പ്രൊഫസറെ, എവിടെയാണ്? പെട്ടെന്ന് വാ. നീ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ എത്തിയത് കണ്ടില്ലേ? നോക്കൂ, ദേ ഞാൻ വന്നല്ലോ. കെട്ടപ്പെട്ടു നോക്കേ. നിങ്ങൾ ഇവരെ പോലീസിന് അടുത്ത് ഏൽപ്പിക്കൂ. ഞാൻ ഈ ടൈം മെഷീനും കൊണ്ട് പോയേക്കാം. ഓക്കെ പ്രൊഫസർ, ഓക്കെ. വേഗം തന്നെ ആ ഹൂക്ക് ഇതിൽ കൊടുക്കൂ. ഡൺ പ്രൊഫസർ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കണ്ടില്ലേ എന്റെ ക്രിയേഷൻ? കെട്ടപ്പെട്ടു. This is my time machine. A round transparent machine. വരൂ. എന്തുട്ടാ ഇത്? ടൈം നോക്കാനായിട്ട് ഇത്രയും വലിയ മെഷീൻ ആവശ്യമുണ്ടോ? ഏയ്, ടൈം നോക്കുന്ന മെഷീൻ അല്ലത്. എന്നിട്ട് എന്താ ടൈം കാണാത്തെ? ടൈം എവിടെയാണ്? ടൈം എവിടെ? പറയേ. ഓ, ഇതാണോ ടൈമിന്റെ ബട്ടൺ? വേണ്ട. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? അറിയില്ല. ഇതെങ്ങനെ കറങ്ങുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ എന്റെ പട്ടു, നീ എന്താ ഈ കാണിച്ചത്? ഇത് വെറും ഒരു ക്ലോക്ക് അല്ല, പ്രൊഫസറുടെ ടൈം മെഷീനാണ്. പുള്ളിക്കാരൻ ഇപ്പൊ എവിടെ ഉണ്ടാവോ എന്തോ. എന്റെ ഈശ്വര, അവസാനം അദ്ദേഹത്തിന്റെ ക്രിയേഷൻ കൊണ്ട് തന്നെ അദ്ദേഹം കാണാതായി പോയില്ല. ഓഹോ പട്ടു, ഇതൊന്നും സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. അദ്ദേഹത്തെ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരുന്നത്? ഈ ബട്ടൺ ഞാൻ തിരിച്ചമർത്തിയാല? അല്ല വേണ്ട, ഞാൻ പറയുന്നത് കേക്ക് പട്ടു. ഇനി ഞെക്കിയാൽ എന്തെങ്കിലും സംഭവിക്കും. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. പ്രൊഫസർ കാണാതെ പോയി ഡിങ് ഡോങ്. എന്ത് കാണുന്നില്ലെന്നോ? പക്ഷെ അതെങ്ങനെയാണ് സാബ്ജി? ഇങ്ങ വാ, ഞാൻ കാണിച്ചുതരാം. അത് പ്രൊഫസർ ഇവിടെ നിക്കായിരുന്നു. ഞാനിതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിക്കായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ഈ ബട്ടൺ ഒന്ന് വെറുതെ അമത്തി നോക്കി. അല്ല ഞെക്കാൻ വരട്ടെ. ഓഹോ എന്റെ ബട്ടു, വീണ്ടും നീ അതേ കാര്യം തന്നെ ചെയ്തല്ലോ. അയ്യോ, ഞാനിത് എന്തൊക്കെയാ ചെയ്തേ? ഞാനൊരു മനോഹരമായ പിക്നിക് സെന്ററിലാണുള്ളത്. ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണ്, പറയും വേണ്ട. നല്ല ഒന്നാന്തരം സദ്യയാണ്. ആ റിമോട്ടിന്റെ ഗ്രീൻ ബട്ടൺ അമർത്തി നിങ്ങളും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ആ മെഷീന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ഈ സ്വർഗത്തിലോട്ട് വേഗം വാ. വരൂ വേഗം വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഗ്രീൻ ബട്ടണോ? വേണ്ട. എന്റെ ഈശ്വര, പ്രൊഫസർ ഡിങ് ഡോങ്ങും ഈ വഴിക്കൂടെ പോയിരിക്കുന്നത്. എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ട, അവരുടെ കാലിന്റെ അടയാളങ്ങളാണിത്. അവരെവിടേക്ക് ഓടിപ്പോയത് പോലെയുണ്ട്. നീ നോക്ക്. അങ്ങനാണോ? ശരിയാണ് പറഞ്ഞത് ബട്ടു. മാത്രമല്ല അത് കണ്ടില്ലേ, വേറെയും കാൽപാദങ്ങൾ കാണുന്നുണ്ട്. അത് ആരുടെ ആയിരിക്കും? അതും കുറെ ദൂരത്ത് കാണുന്നുണ്ട്. അപ്പൊ ആരും അവരെ ചേസ് ചെയ്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.
എന്റെ ഈശ്വര ഗട്ടു ബട്ടുടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നത് വെച്ചാ ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്ന പോലെ തോന്നുന്നേ. എന്തായിരിക്കും അത്? ഒരിക്കലുമല്ല, ഇവര് ഞങ്ങളുടെ ഇരയാണ്. അതെ, ഞങ്ങളുടെ ഇര. ഞങ്ങളുടെ ഇരയാണ്. പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇരയാണെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഇരയാണ്. ഇല്ല, ഇവര് ഞങ്ങളുടെ ഇരയാണ്. ബട്ടു ഇപ്പോഴാണ് മനസ്സിലായത് പ്രൊഫസർ എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഇവര് തമ്മിൽ അടിച്ചു ചത്തോളൂല്ലേ. അങ്ങനെ വെറുതെ വിടരുത്. ചെല്ല്, വേഗം പോയി പിടിക്ക. ഈശ്വര ബട്ടു ഇവരൊക്കെ കണ്ട കാനിമൽസിനെ പോയിട്ട് കാനിമൽസ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നേരെ നമ്മളെ ദേവന്മാരുടെ അടുത്തേക്ക് അയക്കാനുള്ള പ്ലാനായിരുന്നു. ഓടിക്കോ. അവന്മാർ രക്ഷപ്പെട്ടു. അവരെ പിടിക്കണം. വരൂ. ഞങ്ങളുടെ ഇരയാണ്. പിടിക്കണം. എന്തു പറ്റി? എന്തിനാ നിക്കുന്നത്? നിനക്ക് കുംഫും കരാത്തൊക്കെ അറിയാവുന്നല്ലേ, പിന്നെ നീ എന്തിനാ പേടിച്ചു ഓടുന്നേ? നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, നിനക്ക് പറ്റും കട്ടു. കമാൺ കമാൺ. അവര് വിടരുത് വിടരുത് വിടരുത്. അടിപൊളി കട്ടു. അവരൊക്കെ പേടിച്ചു പോയി. ഇടീശ്വര ബട്ടോട് സിക്സ്ത് സെൻസ് എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ഏതോ പ്രശ്നമുള്ളത് പോലെയാണ് തോന്നുന്നത്. പക്ഷെ അത് എവിടെയാണെന്ന് ഒരു പേടിയുമില്ലെന്നേ. ബട്ടു നീ പറഞ്ഞത് ശരിയാണ്. വലിയൊരു പ്രശ്നം നിന്റെ പുറകിൽ തന്നെ ഉണ്ട്. പ്രൊഫസർ ഇവിടെ എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഇവരുടെ എവിടെ പോയി? ബട്ടു ദേ അങ്ങോട്ട് നോക്കിയേ. നന്ദിയുണ്ട് ദൈവമേ, നന്ദിയുണ്ട്. എന്റെ കെട്ടും പട്ടും ഇങ്ങെത്തിയല്ലോ. മക്കളെ വരൂ 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 വരൂ. എന്തിനാ പ്രൊഫസർ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളോട് കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ എത്തുമായിരുന്നോ? ഞങ്ങളെ ഇവിടെ നിന്ന് വേഗം രക്ഷിക്കൂ. എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കൂ. ഭാഗ്യം അവരെ കൊണ്ട് തീ കത്തിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വേഗം എന്നെ രക്ഷിക്കാൻ നോക്ക് കെട്ടു പട്ടു. ഇതിനെന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത് കണ്ട, എന്റെ വേറൊരു ഐഡിയ ഉണ്ട്.
നീ എന്ത് പണിയായി കാണിച്ചത്? ഇതിനെന്താ കുഴപ്പം? അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ഒരു ഹോബിയാണ്, നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെന്താ? പ്രശ്നം അതല്ല, ഇത് വേറെ. അങ്ങോട്ട് നോക്ക്. ബട്ടു. അവരെ സഹായിക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായി കണ്ടില്ലേ? ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി എന്നെ പോലെ തന്നെ ആയില്ലേ? സഹായിക്കാൻ പോയിരിക്കുന്നു അവൻ. സബ്ജി, ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ? എന്നാൽ അവർ ഇന്ന് ആദ്യമായിട്ട് എന്നെ ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പോവാ. അവരിന്ന് തന്തൂര് ടിങ് ടോങ് കഴിക്കാൻ പോണേ സബ്ജി. എന്താണ്? ഇവനിപ്പോ ഇതെന്ത് ചെയ്യാൻ പോവാ? താങ്ക് യു. വേഗം രക്ഷപ്പെട്ടോളൂ. Come on, friends. വേഗം ഓടിക്കോ, വേഗം ഓടിക്കോ. വരൂ, നമുക്ക് ഇവിടെ നമുക്ക് ഇരിക്കാം. ഇതിനകത്ത് പോയി വിളിക്കാം. ഗുഡ് മോർണിംഗ്. ഓഹോ, എന്തിനാണ് ഇപ്പൊ വിറകൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് സ്പീഡായിട്ട് പോകാൻ വേണ്ടിട്ട് ഞാൻ വണ്ടി ഉണ്ടാക്കാണ് വണ്ടി. ടിങ് ടോങ്, നീ ഒന്നും എന്നെ സഹായിച്ചേ. വരുന്ന സബ്ജി. വാവ് ബട്ടു, നീ എന്തായാലും വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ഇത് ആരാ ഓടിക്കുന്നത്? അവിടെ കണ്ട, അവിടെ നല്ലൊരു ഹോസ്. നമുക്കത് എടുക്കാം. ശ്രദ്ധിച്ചു വേണം. എനിക്ക് തോന്നുന്നു ആ കുതിരയ്ക്ക് നിന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കാം. ഹലോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിനെ പോലല്ലേ? കുംഫു മാസ്റ്റർ, എന്തൊക്കെയാ നീ സംശയിച്ചിട്ട് പോയ? ഇപ്പൊ എന്റെ അവസ്ഥയിൽ നിനക്കും വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സബ്ജി, ഇത് നോക്കിക്കോ. ഞാൻ പോയി അതിന് ചെവിൽ പിടിച്ചു കൊണ്ടുവരും. നിനക്കും കിട്ടിയോ?
ടിങ് ടോങ് നമുക്ക് പോകാല്ലേ? അവനിങ്ങെത്തി. വേഗം ഓടിക്ക്, വേഗം ഓടിക്ക്. വേഗം. മുന്നോട്ട് നോക്കൂ. നമ്മള് കുടുങ്ങി. നമുക്ക് ഓടി രക്ഷപ്പെടാം. എന്തുട്ടത്? ആ ഇവരൊക്കെ ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ. ബുദ്ധിശാലി അവന്മാര് നമ്മുടെ വണ്ടി തന്നെ നമ്മളെ ചേസ് ചെയ്യാണത്രേ. എന്തിനത്? ഇനിയിപ്പോ വേറെന്തെങ്കിലും ആലോചിക്കണം പട്ടു. ആ കുറച്ചുകൂടെ വേഗത്തിൽ പോട്ടെ. ഒന്ന് വേഗം പോണേ. നമ്മള് രക്ഷപ്പെട്ടിട്ടാ. സബ്ജി, നമ്മൾ എവിടെ ഇറങ്ങണ്ടെന്ന് അറിയുന്നില്ല. ഓഹോ ഓ എന്റെ ബട്ടു, ഇപ്പോഴാണോ ഇവനെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? റോട്ടെ കേട്ടെ, ഇനി നമുക്ക് വേഗം തന്നെ ടൈം മെഷീന്റെ അടുത്തേക്ക് പോകാം. ഇനി പേടിക്കണ്ട. പക്ഷെ പ്രൊഫസർ, മെഷീൻ എവിടെയാണ്? കേട്ടോ, അത് നീയാണ് പറയേണ്ടത്. അത് ഏത് ഡയറക്ഷനിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്? പറ. ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഞങ്ങൾ ടൈം മെഷീനിൽ നിന്ന് ഇറങ്ങിയത് മുതല് നിങ്ങളുടെ കൂടെയല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്തിട്ട് പറയാൻ പോകുന്നേ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഓ വണ്ടർ വാട്ട് യു ആർ. ഇതാണ് എന്റെ പിക്നിക്. നോക്കേ, ദേഷ്യം പിടിപ്പിക്കരുത്. ടൈം മെഷീന്റെ ബട്ടൺ ആരാ പ്രസ് ചെയ്തത്? പറ, വേഗം പറ. ആരാ അമർത്തിയത്? താങ്ക് ഗോഡ്, ഭാഗ്യം നീ വേറൊരു ബട്ടൺ അമർത്തിയില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ഏതായാലും ഒരു ഗ്രഹത്തിലുണ്ടായേനെ. സബ്ജി, ഇവരെ രണ്ടുപേരെയും വെച്ച് നിങ്ങൾക്ക് വേറൊരു വണ്ടി ഉണ്ടാക്കിക്കൂടെ സബ്ജി? ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇത് ഞങ്ങൾക്കുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഏരിയയാണ്.
പുറകിലേക്ക് നോക്ക്, പുറകിലേക്ക് നോക്ക്. എന്താ ഇത്? ഇവര് നമ്മളെ കോപ്പി ചെയ്യുകയാണല്ലോ. ഭയങ്കര ഇന്റലിജന്റ് ആണ്. നമുക്കിത് ഇനിയും വേഗത്തിൽ ഓടിക്കണം. വേഗം രക്ഷപ്പെട്ടോ. ഇൻഡിശ്രോ, ഇവര് സൂപ്പർ ഡൂപ്പർ ഇന്റലിജന്റ് ആണല്ലോ. സൂപ്പർ ഡൂപ്പർ ഇന്റലിജന്റ്. കുംഭൊക്കെ അറിയാലോ. ഗട്ടു, ഇവിടുത്തെ നീ ഒന്നും കാണിക്കട്ടോ. നീ ഒന്നും കാണിക്കരുതേ. എന്തെങ്കിലും കാണിച്ച പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ആന്നേ. എന്തു പറ്റി? നീ എന്തിനാ അവരുടെ തടി വാങ്ങിക്കുന്നത്? തിരിച്ചടി. ഒരു മിനിറ്റ്. വെയിറ്റ്. ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഞാൻ അടി വാങ്ങിക്കുന്ന പോലെ കാണിച്ച് അവരുടെ സൈക്കിളൊക്കെ ഒടിച്ചു കളയുമായിരുന്നു. നമുക്കിപ്പൊ പോകാലോ. വരൂ. നീ സൂപ്പറാണ് ഗട്ടു. ടൈം മെഷീൻ എവിടെ ഉണ്ടെങ്കിലും ഈ കോമ്പസിന്റെ സൂചി അതുള്ള സ്ഥലത്തെ കാണിക്കോ. മനസ്സിലായോ? ഇത് കണ്ടോ? ഓഹോ, പ്രൊഫസർ നമുക്ക് ടൈം മെഷീൻ കാണാൻ പറ്റുന്നുണ്ട്. എവിടെ? ഞാൻ നോക്കട്ടെ. അതൊരുപാട് ദൂരെയാ ഉള്ളത്. രാത്രി വേറെ ആവാൻ പോകുന്നു. നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. എന്തിട്ടത് ഈശ്വര, ഇവിടെ ഒരു കേവ് പോലും ഇല്ലല്ലോ തങ്ങാൻ വേണ്ടി. നോ പ്രോബ്ലം. നമ്മളിപ്പോ കാട്ടിലല്ലേ. വരൂ, എൻജോയ് ചെയ്യാം. ഓ എന്റെ ബട്ടു, അതിനുള്ളിൽ നീ ക്ഷീണിച്ചോ?
ആ അങ്ങനെ ചെയ്യ്. എന്റെ ഈശ്വര എന്തൊരു വിശപ്പത്. ടിങ് ടോങ് കഴിക്കാൻ നിങ്ങൾ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിട്ട് വന്നേ. സാബ്ജി, നിങ്ങൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ മീൻ പിടിക്കുകയായിരുന്നു സാബ്ജി. ഓ വാവ്, ഗ്രേറ്റ് ടിങ് ടോങ്. ഇന്ന് നമ്മൾ എല്ലാരും റോസ്റ്റഡ് ഫിഷ് കഴിക്കാം. ഇതാ സാബ്ജി, ചുട്ടോളൂ. ആ, ആ, ആ. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ടൈം മെഷീന്റെ അടുത്തേക്ക് പോവാം. വരൂ. ആരാ എന്നെ അടിച്ചത്? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ആരായിരിക്കും? ഓ ഏയ്, എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? കൊരങ്ങന്മാരെ എനിക്ക് ഇഷ്ടമല്ല, പോയിക്കേ. എന്തു വേണ്ട വേണ്ട വേണ്ട, വേണ്ട, ഞാനല്ലേ വേണ്ടാന്ന്. എന്താ ഇങ്ങനെ എന്നെ തല്ലല്ലേ? വിടോ, എന്നെ വിടോ, എന്നെ വിടോ. എവിടെയാ? കാണുന്നില്ലല്ലോ. എവിടെ പോയോ? എന്റെ ഈശ്വര, ടിങ് ടോങ് നീ എന്തുട്ടായി ചെയ്യുന്നത്? എന്തുട്ടാ? വേണ്ട വേണ്ട വേണ്ട, നോ. ബട്ടുടെ സിക്സ് സെൻസ് എന്തുട്ടാ പറയുന്നത്? ഇവിടെ എന്തൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്? പ്രശ്നം ബട്ടു, ഈ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ടിങ് ടോങ് തന്നെയാണ്. ടിങ് ടോങ്. എന്റെ ഈശ്വര, അവര് നമ്മള് വേണ്ടി തിരിഞ്ഞു വന്നോണ്ടിരിക്കണേ. ഗട്ടു, ഇവനെ പിടിക്ക്. ഇവനെന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെട്ടോട്ടാ. അല്ലെങ്കിൽ നമ്മൾ അവരെ റോസ്റ്റ് ചെയ്ത് കഴിച്ചാളേട്ടാ. Twinkle, twinkle, little star, ആ ടിങ് ടോങ്ങിനെ ഒന്ന് പേടിക്കോ. ഓ എന്റെ ടിങ് ടോങ്, നീ എന്താ ഈ കാണിക്കുന്നത്? ടിങ് ടോങ്, ബട്ടുവിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടോ? ബട്ടുവിന് ദേഷ്യം വന്നാ പിന്നെ എല്ലാം തലകീഴായിട്ട് മാറും. ടിങ് ടോങ് പ്ലീസ്, ഞങ്ങൾ പറയുന്നത് കേക്ക്. അവര് ദാ അടുത്തെത്തി. ടിങ് ടോങ് പ്ലീസ്. എന്റെ ഈശ്വര, ബട്ടു അവര് നമ്മുടെ അടുത്തെത്തി, ഒരുപാട് അടുത്തെത്തി. എന്തെങ്കിലും ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. എന്റെ ഈശ്വര, ബട്ടുവിടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്ന വെച്ചാ ഇവിടെ എന്തോ പ്രശ്നം വലിയ നടക്കാൻ പോകുന്നതാണ്. ഗട്ടു എന്താ ചെയ്യാ? ഓ, ഇവൻ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? സാബ്ജി,
എന്താ സംഭവിച്ചത്? ഞാൻ എന്തിനാ ഇവിടെ താഴെ കിടക്കുന്നത്? ഓ അതൊക്കെ ഞങ്ങൾ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ ഓടി രക്ഷപ്പെടേണ്ട സമയമാണ്. സബ്ജി, എന്താ സംഭവിച്ച സബ്ജി? ഞാൻ എന്തിനാ താഴെ കിടക്കുന്ന സബ്ജി? നിങ്ങൾ കേട്ടായിരുന്നോ ഈ കുരങ്ങൻ സംസാരിച്ചത്? സബ്ജി, ഇവൻ എന്നെ പോലെ സംസാരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്ന സബ്ജി? എന്തുട്ടത്? ടിങ് ടോങ്, ഇതോ നിന്നെ പോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ. കൊരങ്ങേ, നീ കൊരങ്ങായിട്ട് തന്നെ ഇരുന്നാ മതി. ഒരു ടിങ് ടോങ്ങിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, പിന്നെയാണ് മറ്റൊരു ടിങ് ടോങ്. എന്റെ ഈശ്വരാ! പക്ഷെ പ്രൊഫസർ, നമ്മളിവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. പക്ഷേ എങ്ങനെ പോവാ ആരെങ്കിലും സബ്ജി, എനിക്ക് പറക്കാൻ കഴിയില്ല. സബ്ജി, എനിക്കും പറക്കാൻ കഴിയില്ല. ഓഹോ, ആ വാഴയില നല്ല സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിലിരുന്ന് ഇങ്ങനെ പറന്നു പോവാം. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് പ്രൊഫസർ. ഇത് വെച്ച് നമുക്ക് രക്ഷപ്പെടാം. സബ്ജി, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. സബ്ജി, എല്ലാവരും ചാടിക്കോ. സബ്ജി നിക്കൂ. സബ്ജി, എനിക്ക് സബ്ജിന്റെ കൂടെ പോണം. ബൈ ബൈ കുരങ്ങൻ ചേട്ടന്മാരെ. എന്തായാലും ഇപ്പൊ എല്ലാം ശരിയായി. അവിടെ നിൽക്ക്. വളരെ നന്ദിയുണ്ട് ദൈവമേ. ഞങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും അപേക്ഷിട്ട് അടുത്ത് പോയി എത്തിയാ മതി. സബ്ജി, അവര് പിന്നാലെ വരുന്നുണ്ട്. ഓ ഇവരെ സമ്മതിച്ചു കൊടുക്കണം. ഭയങ്കര ഇന്റലിജന്റ് ആണെന്നേ. നമ്മളെ കണ്ടു തന്നെ എല്ലാം പഠിച്ചല്ലോ. നിക്ക്. കട്ടു, ഈ പ്രൊഫസറിനെ ഇവിടെ വിട്ടിട്ട് പോയാലോ? എല്ലാവരും സയന്റിസ്റ്റായി മാറിക്കോളൂ. വേണ്ട. ഹേ, ദേ നമ്മുടെ ടൈം മെഷീൻ. വെരി ഗുഡ്. നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി. ഇവരും ഇങ്ങെത്തിയല്ലോ. പ്രൊഫസറെ, ഇവരും ടൈം മെഷീൻ റെഡി ചെയ്യുന്നതാണെന്നല്ലേ തോന്നുന്നു എനിക്ക്. എന്റെ അമ്മ, വേണ്ട. നമ്മുടെ എതിരാളികൾ വന്നിരിക്കുന്നു. വേഗം വന്ന് യുദ്ധം ചെയ്യ്. ഗട്ടു, അവര് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കണം. ഫൈറ്റ് ചെയ്യാൻ.
യാ, ഹൂ, ഹാ, ഹി, ഹാ, ഹൂ, യാ. ഹാ, ഹൂ. രക്ഷപ്പെടാം, നമുക്ക് വേഗം രക്ഷപ്പെടാം. ഞങ്ങളുടെ അതിഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കണ്ടു, നീ അത് കണ്ടോ അവര് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നു. ഊ. ഓ, നിങ്ങളെ സമ്മതിച്ചു കേട്ടോ. എല്ലാ കാര്യങ്ങളും എന്ത് പെട്ടെന്നാണ് പഠിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ സൂപ്പർ കമ്പ്യൂട്ടർ പോലും ഫെയിലാണ്. ഞങ്ങൾക്ക് ഇപ്പൊ പോകാനുള്ള സമയം. ഞങ്ങൾ പോവാണ്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷമുണ്ട്. ബൈ. നമ്മുടെ പ്രൊഫസറിന്റെ പിക്നിക് ശരിയായി. Watch India's largest kids library only on Jio Hotstar. Download the app now.